യേശുവിനെ അറസ്റ്റ് ചെയ്ത റോമൻ പടയാളികൾ യേശു കർത്താവിന്റെ വസ്ത്രം മുഴുവൻ ഉരിഞ്ഞു മാറ്റി. നിങ്ങൾ കാണുന്ന ചില ചിത്രങ്ങളിൽ അല്പവസ്ത്രമുണ്ട്. അത് ലിയാനോ ഡാവിഞ്ചി വരച്ച ചിത്രമാണ്. അത് ക്രൂശിക്കപ്പെട്ട സമയത്തുള്ളതാ. പക്ഷെ യേശുവിനെ അടിക്കാൻ കൊണ്ടുപോയപ്പോൾ അവന്റെ ദേഹത്ത് നൂല് വസ്ത്രമില്ലായിരുന്നു. വിശുദ്ധ ബൈബിൾ എനിക്കൊപ്പം നിൽക്കുന്നു. കാണുന്നവർ മുഖം മറച്ച് കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. ആദാമി വർഗം ഏദൻ പൂങ്കാവൻ നഷ്ടപ്പെടുത്തിയ തേജസ്സിന്റെ വസ്ത്രം തിരികെ നൽകുവാൻ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി വിവസ്ത്രനാകും. യേശുവിനെ പിടിച്ച റോമൻ പടയാളികൾ ഒരു കൽത്തൂണോട് ചേർത്ത് യേശുവിനെ കൊണ്ടുവിട്ടു. കൽത്തൂണ് ചേർത്ത് നിർത്തുക എന്ന് പറഞ്ഞാൽ രണ്ട് കൈകളും മുമ്പോട്ട് നിർത്തി തൂണ് നെഞ്ചത്ത് വരത്തക്കവണ്ണം യേശുവിനെ പിടിച്ചു വലിച്ചു മുറുക്കി കെട്ടി. ഇരുമ്പ് തണ്ടിന്റെ അഗ്രത്ത് 7 ചാട്ടവാറുകളുണ്ട്, തോൾവാറുകളുണ്ട്. ആ തോൾവാറിന്റെ അഗ്രത്ത്, ചാട്ടവാറിന്റെ അഗ്രത്ത് അസ്ഥി കഷ്ണങ്ങളുണ്ട്, ഈയക്കട്ടികളുണ്ട്, ചൂണ്ടക്കൊളുത്തുകളുണ്ട്. കുനിഞ്ഞു നിൽക്കുന്ന കർത്താവിന്റെ അരികിൽ വന്ന് ബലിഷ്ഠ കായന്മാരായ പടയാളികൾ ഈ ചാട്ടവാറെടുത്ത് യേശുവിന്റെ പുറത്തേക്ക് ഇങ്ങനെ ആഞ്ഞടിക്കുവാൻ തുടങ്ങി. അസ്ഥി കഷ്ണങ്ങളും ഈയക്കട്ടിയും ചൂണ്ടക്കൊളുത്തും വെച്ച് യേശുവിന്റെ പുറത്തേക്ക് കാളയടിക്കുന്ന പോലെ, പോത്തിനെ അടിക്കുന്ന പോലെ വലിച്ചടിക്കുമ്പോൾ ഈ അസ്ഥി കഷ്ണവും ഈയക്കട്ടിയും ചൂണ്ടക്കൊളുത്തും യേശുവിന്റെ ശരീരത്തിൽ ആഞ്ഞു പതിക്കും. ആ ചാട്ടവാർ അവർ പിടിച്ചെടുക്കാൻ നോക്കിയിട്ട് കഴിയുന്നില്ല. ചൂണ്ടക്കുളത്ത് ശരീരത്തിൽ പിടിച്ച് കുടുത്തി കിടക്കുകയാൽ മറ്റൊരു പടയാളിയെ കൂട്ടിന് വിളിക്കും. അവരൊരുമിച്ച് നമ്മുടെ പറമ്പിൽ നിന്ന് കപ്പ വീഴുന്ന പോലെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ശരീരത്തിൽ ചാട്ടവാർ പിടിച്ചെടുക്കുമ്പോൾ യേശുവിന്റെ ശരീരത്തിൽ പച്ച മാംസവും തൊലിയും ഇങ്ങനെ ഇറന്നു പോരും. ഒന്ന് കുറയെ 40 അടി, 39 അടി എന്റെ യേശുവിന്റെ പുറത്തടിച്ചു. സഹോദരിമാരെ, ഇറച്ചിക്കടയിൽ നിന്ന് ഇറച്ചി കൊണ്ടുവന്ന് കൊത്തിയരിഞ്ഞ ശേഷം ഇത് വാരി അടപ്പയിലോട്ട് വെക്കുമ്പോൾ രക്തവും മാംസക്കൊത്തും കിടക്കുന്ന പോലെ എന്റെ യേശുവിന്റെ മാംസക്കൊത്തുകൾ ആ ബേസിലെ വെള്ളത്തിൽ കിടക്കുകയാണ്. ഇത് കണ്ടിട്ടായിരിക്കാം വെള്ളം തിളയ്ക്കുന്ന പോലെ രക്തം തിളയ്ക്കുന്നതായി പിലാത്തോസ് തോന്നുകയാണ്. ഇത് കണ്ടിട്ടായാൽ പുരുഷാരം കാണുക വെള്ളമെടുത്ത് കൈ കഴുകിയാൽ ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്നവൾ പറയുന്നു. ഏതാണ്ട് 39 അടിയൊക്കെ ലാസ്റ്റ് അടിയായപ്പോൾ വേദശാസ്ത്രികൾ പറയുന്നത് അവസാന അടികളേൽക്കുവാൻ കർത്താവിന്റെ പുറത്ത് മാംസമില്ലാതെയായി. അസ്ഥികളിലേക്ക് അടികൾ ആണ്ടിറങ്ങി. അസ്ഥികളിലേക്ക്. ശ്രദ്ധിക്കണേ പ്രിയ സഹോദര സഹോദരി, ഇരുമ്പ് കഷ്ണം കൊണ്ട്, ചാട്ടവാറ് കൊണ്ട്, ഇരുമ്പ് ദണ്ടുകൊണ്ട്, ചൂണ്ടക്കൊളുത്തുകൊണ്ട് ഒരടി നിന്റെ അസ്ഥിക്ക് കിട്ടിയാൽ എത്ര വലിയ വേദനയായി. എന്റെ യേശു നിനക്ക് വേണ്ടി സഹിച്ചു. 39 അടി. അതാണ് വേദപുസ്തകം പറയുന്നു, ഒഴിവുജാലികൾ നീളത്തിൽ കീറുന്ന പോലെ യേശുവിനെ അടിച്ചവർ ഉഴുതു മറിച്ചു കളഞ്ഞു. യേശുവിനെ അതിനുശേഷം അവർ അവിടെ നിന്ന് പൊക്കിയെടുത്തു. 100 കിലോളം ഭാരമുള്ളൊരു കുരിശ് യേശുവിന്റെ തോളിൽ വെച്ച് കൊടുത്തു. വേച്ചു പറയ്ക്കുന്ന കാലുകളോട് യേശുവിനെ ഗൊൽഗോഥയിലേക്ക് പോകുകയാണ്. ഓരോ തവണ വീഴുമ്പോഴും യേശുവിനെ ചാട്ടവാറുകൊണ്ട് അവർ അടിക്കും. പക്ഷെ യേശുവിന്റെ പുറം മുഴുവൻ കീറിക്കെട്ടു. ആ കീറലേറ്റ ശരീരത്ത് അവർ യേശുവിനെ മണ്ണോടുരുട്ടിയെടുക്കുകയാണ്. ആ വിലാപയാത്ര ഗൊൽഗോഥാവിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ യേശുവിന്റെ കുരിശു വാങ്ങി അവർ നിലത്തിട്ടു. ഒരു അറവുകാരൻ താൻ കൊല്ലുന്ന മൃഗത്തോട് ദയ കാണിക്കാതെ അതിനെ പിടിച്ച് പൊത്തോ എന്ന് തല്ലുന്ന പോലെ എന്റെ യേശുവിനെ അവർ പൊത്തോ എന്ന് പിടിച്ച് തള്ളി. എന്റെ യേശുവിന്റെ തല പിടിച്ചവർ കുരിശിലേക്ക് കുത്തി. അവന്റെ കയ്യും കാലും അവർ വിരിച്ചു. കയ്യിലും കാലിലും അവർ കാലിലും പാണി ആഞ്ഞടിച്ചു കയറ്റി. എന്റെ കർത്താവ് വേദന കൊണ്ട് പൊളയ്ക്കുന്നു. 3 ആണി അടിച്ച ശേഷം ആ പാറയിൽ വെട്ടിയിരുന്ന കുഴിയിലേക്ക് യേശുവിന്റെ ശരീരം ഉയർത്തുകയാണ്. ആ കുരിശെടുത്ത് ഉയർത്തുകയാണ്. യേശുവിന്റെ ശരീരം ഇങ്ങനെ ഉയർത്തുമ്പോൾ വേദശാസ്ത്രികൾ പറയുന്നത് 3 ആണിമേൽ യേശുവിന്റെ ഭാരം മുഴുവനാകിയാൽ അങ്ങനെ തൂക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് പിന്നെ ശ്വാസം വിടുവാൻ കഴിയില്ല, ഉച്ഛ്വസിക്കുവാൻ കഴിയില്ല. ഒരു വലിവുകാരൻ വലിക്കുന്ന പോലെ, ഒരു ആസ്മാരോഗി വലിക്കുന്ന പോലെ യേശു കർത്താവ് കാലിൽ കുത്തി പുറത്തേക്ക് ശ്വാസം വിടുവാൻ പാടുപെടുകയാണ്. ഓരോ തവണ യേശു ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും യേശുവിന്റെ രക്തധമനികൾ പൊട്ടി രക്തം വിയർക്കുകയാണ്. നിങ്ങൾ കാൽവലേക്ക് നോക്കൂ പ്രിയപ്പെട്ടവരെ. എന്റെ യേശുവിന്റെ തലയിൽ അവർ കൂർത്തുമൂർത്ത മുൾക്കിരീടം വെച്ചടിച്ചു. യേശുവിന്റെ തലയിൽ മുൾക്കിരീടം വെച്ചടിക്കുമ്പോൾ അവന്റെ തലയോടുകൾ പൊട്ടി തലച്ചോറിനകത്തേക്ക് മുൾക്കിരീടമായിറങ്ങുകയാണ്. യേശുവിന്റെ തലയുടെ 4 വശത്തു നിന്നും രക്തം ധാരധാരയായി ഒഴുകുകയാണ്. നീര് വന്ന് വീർത്ത മുഖത്തേക്ക് അവർ കാർക്കിച്ച് തുപ്പി. ആ
ആ തുപ്പൽ തളം കെട്ടി കിടക്കുന്നു. കാൽവറി കുലമരത്തിൽ കണ്ടാൽ അളത്തോന്നുമാറും ഇരുവനായി, കൈകാലുകൾ കാരിലും പാണികളാൽ കുത്തി തുളയ്ക്കപ്പെട്ടവനായി, കന്നത്തടികളേറ്റവനായി, കയ്പുവെള്ളം കുടിച്ചവനായി, മനുഷ്യവർഗത്തിന്റെ പാപ ശാപ രോഗ ദുരിതങ്ങൾ സ്വന്തം ശിരസിന്മേൽ വഹിച്ചുകൊണ്ട് കാൽവറിയിൽ പിടഞ്ഞു മരിച്ച നസ്രയനായ യേശുവിനെ ഈ രാത്രിയിൽ ഞാൻ ഇവിടെ ഉയർത്തുകയാണ്.